എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇവനാണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് അവന് പെട്ടെന്ന് ടയേർഡും വളരെയധികം സ്ട്രെസ്സുമായിട്ട് തോന്നുന്നുണ്ട്. ആ ടയേർഡും എക്സോസ്റ്റഡും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം അവൻ പെട്ടെന്ന് ഫെയിൻ്റായിട്ട് വീഴുകയാണ്. അവൾ ഉടനെ തന്നെ പാനിക്കായിട്ട് അവൻ്റെ അടുത്തേക്ക് ഓടി വരികയും അവനെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടറും പറയുന്നുണ്ട്, നീ ഓവറായിട്ട് സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ എടുക്കുന്നതുകൊണ്ട് നിൻ്റെ ശരീരം എക്സോസ്റ്റഡ് ആണ്. അത് കാരണമാണ് നീ ഫെയിൻ്റ് ആയത്. നിനക്ക് നല്ല റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം നന്നായിട്ട് കിടന്ന് ഉറങ്ങാനൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ അവൻ്റെ തൊട്ടടുത്ത് നിന്ന് അവനെ കെയറൊക്കെ ചെയ്യുന്നുണ്ട്. അവന് വെള്ളം എടുത്ത് കൊടുക്കുകയും അവന് കിടക്കാനായിട്ട് ബെഡ് കറക്റ്റ് രീതിയിൽ റെഡിയാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ആ സമയത്ത് അവൻ്റെ കുറുക്കിലായിട്ട് അവനൊരു പെയിന് വരുന്നുണ്ട്. പക്ഷേ അവൻ പറയുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് അവൻ കിടന്നുറങ്ങുകയാണ്. അവൻ്റെ കൈ പിടിച്ചിട്ട് അവൻ്റെ ഇഞ്ചുറിയെ പറ്റി അവൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രി നടന്നു വരുന്ന സമയത്ത് ഒരാൾ അവളെ അറ്റാക്ക് ചെയ്യുകയാണ്. അവളെ അറ്റാക്ക് ചെയ്യാൻ പോണതിന് മുമ്പ് തന്നെ ഇവൻ വന്ന് അവളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇവളാണെങ്കിൽ ആ അറ്റാക്കറെയാണ് വിശ്വസിക്കുന്നത്. കാരണം അവൾക്ക് ആ അറ്റാക്കറിനെ പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് കരുതിയിട്ട് ഇവളിനെ ഒരു കല്ല് വെച്ച് ഇവൻ്റെ കുറുക്കിലേക്ക് അടിക്കുന്നുണ്ട്. ആ അറ്റാക്കറിനെ രക്ഷിക്കാം. പക്ഷെ പിന്നെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അവനാണ് ശരിക്കുമുള്ള അറ്റാക്കറെന്ന്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല രീതിയിൽ കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. അടുത്തൊരു ലോങ് വീഡിയോ റിവ്യൂ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.